ഹലോ, ഇന്ന് ഷെയർ ചെയ്യുന്നത് കംപ്ലീറ്റ് ബേബി ഫുഡ് റൊട്ടീനാണ്. 6 മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് 2 വയസ്സ് വരെ കൊടുക്കാൻ പറ്റുന്ന ഫുഡാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഓരോന്നും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ മുമ്പൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുള്ളതും അതുപോലെ ഇപ്പോൾ ഡോക്ടർമാരൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നതും ഒക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് രാവിലെ കൊടുക്കാൻ പറ്റുന്ന രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്, ഒരു കുറുക്കാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് നെയ്യ് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ റവ ചേർത്തിട്ട് 1-2 മിനിറ്റ് മാത്രം ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ കുറുക്ക് പല രീതിയിലും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുറുക്ക് തന്നെയാണ്. ഞാൻ വേറെ രീതിയിലും ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. 1-2 മിനിറ്റൊക്കെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം 1 കപ്പോളം വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇത് വെന്ത് ഒന്ന് തിക്കായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഏകദേശം ഒരു 3-4 മിനിറ്റ് 2-3 മിനിറ്റൊക്കെ കൊണ്ട് ഇത് തിക്കായി കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നല്ല തിക്കായി വരുമ്പോൾ പിന്നെ ഇതിലോട്ട് ഒരു ഇച്ചിരി നിങ്ങൾക്ക് കൽക്കണ്ടം എന്നൊക്കെ പറയും. അപ്പോൾ ഞാനത് കാണിക്കാം പിന്നീട്. ഷുഗർ ക്യാൻഡി എന്ന് പറയും ഇംഗ്ലീഷിൽ. സാധാ പച്ചമലയാളത്തിൽ ഞങ്ങളൊക്കെ കൽക്കണ്ടി എന്നാണ് പറയാറുള്ളത് കേട്ടോ. അത് ഒരിച്ചിരി ചേർത്ത് കൊടുക്കാം മധുരത്തിന് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിലോട്ട് ഇപ്പോൾ ചേർക്കുന്നില്ല, പിന്നീട് ഉള്ള കുറുക്കിലോട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇതിലോട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ, ചെറിയ മധുരത്തിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ നന്നായി വെന്ത് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റാം. ഇത്രയും മതി. ഇനി നമ്മളിത് ഒരു ബൗളിലോട്ട് ആക്കാം. ഇനി ചൂടാറുമ്പോൾ ഇത് കുറച്ച് തിക്കായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് ചൂടാറിയ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് തന്നെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ അല്ലാത്ത നിങ്ങൾ വേറെ ഫോർമുല പാൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഫോർമുല പാൽ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അല്ലാതെ പശുവിൻ പാൽ ഇപ്പോൾ ഒരിക്കലും കൊടുക്കരുത് കേട്ടോ. ഡോക്ടർമാരൊക്കെ ഇപ്പോൾ പശുവിൻ പാൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് 2 വയസ്സ് വരെ കൊടുക്കണ്ട എന്നാണ് പറയാറുള്ളത്. അതിന് പകരം ഫോർമുല മിൽക്കായിട്ടാണ് ഡോക്ടർമാരൊക്കെ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് പാകത്തിനുള്ള പരുവാക്കി എടുത്താൽ മതി. ആദ്യം തന്നെ കൊടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അത്ര തിക്കാക്കി എടുക്കണ്ട, കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് കൊടുക്കാൻ നോക്കാം. പിന്നീട് അങ്ങോട്ട് കുറച്ചും കൂടെ തിക്കാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ നല്ല പാകത്തിനുള്ള പരുവാണ്. അപ്പോൾ ഇതാണ് നമുക്കൊന്ന് എളുപ്പത്തിൽ ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുറുക്കാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ പല രീതിയിലും നമുക്ക് വീട്ടിൽ കുറുക്കിൻ്റെ പൊടിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നേന്ത്രപ്പഴം വെച്ചിട്ടും ഉണക്കിയെടുത്തിട്ടൊക്കെ നേന്ത്രപ്പഴം ഉണക്കി പൊടിപ്പിച്ചിട്ടും കുന്നങ്കായ, അപ്പോൾ അങ്ങനെയുള്ള പല രീതിയിലുള്ള പൊടികൾ നമുക്ക് വീട്ടിൽ തന്നെ. അതുപോലെ ഗോതമ്പ് റാഗിയൊക്കെ വീട്ടിൽ പൊടിപ്പിച്ച് അത് ഞാൻ പൊടിപ്പിക്കുന്നതല്ല, അത് ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഞാൻ കുറുക്കാണ് ഉണ്ടാക്കി കാണിക്കുന്നത് ഈ ഗോതമ്പും റാഗിയും വെച്ചിട്ട്. അപ്പോൾ ഇത് ഞാൻ പൊടിയെടുക്കുന്നത് എങ്ങനെയെന്നും ഞാൻ പറയാം കേട്ടോ ഇതുണ്ടാക്കുമ്പോൾ. ഇപ്പോൾ ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഗോതമ്പും 2 ടേബിൾ സ്പൂൺ റാഗിയും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി കഴുകി എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊരു ബ്ലെൻഡറിലോട്ട് ആക്കിയിട്ട് ഇത് വേണമെങ്കിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കാൻ പരുവത്തിനൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നല്ലോണം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അരിപ്പയിലിട്ടിട്ട് ഇതിൻ്റെ പാല് കംപ്ലീറ്റ് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഇത് മുമ്പേ ചെയ്യാറുള്ള കുറുക്കാണ്. മുമ്പ് എന്ന് വെച്ചാൽ രാവിലെയും വൈകിട്ട് മാത്രമാണ് കുറുക്ക് കൊടുക്കാറുണ്ടായിരുന്നത് കുഞ്ഞുങ്ങൾക്ക്. പക്ഷേ ഇപ്പോൾ രാവിലെ വൈകിട്ട് രാവിലെ ഉച്ചക്ക് വൈകിട്ട് രാത്രി എന്ന രീതിയിലൊക്കെ ഡോക്ടർമാരൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറുക്കിൻ്റെ അളവൊക്കെ രാവിലെ വൈകിട്ടൊക്കെ മുൻപൊക്കെ കുറച്ച് കൂടുതൽ അതുമാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ എല്ലാ സമയത്തും കൊടുക്കുന്നതുകൊണ്ട് രാവിലെ വൈകിട്ടൊക്കെ കുറച്ച് വൈകിട്ട് ഈ കുറുക്കല്ല കേട്ടോ കൊടുക്കുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പണ്ട് ചെയ്യാറുള്ള പോലെ അങ്ങനെയും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡോക്ടർമാരൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ നേരത്തിനനുസരിച്ച് കൊടുക്കാം. ഇപ്പോൾ വീണ്ടും ഇനി ഇതിലോട്ട് നമ്മൾ വെള്ളം ചേർത്തിട്ട് ഇനി വീണ്ടും നമ്മളിത് അരിപ്പയിൽ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാല് കംപ്ലീറ്റ് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുമ്പ് നമ്മളിങ്ങനെ പാലെടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഇതുണ്ടല്ലോ ഇതിൻ്റെ പാല്, അപ്പോൾ ഇത് നമ്മൾ കുറച്ച് സമയം അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂറൊക്കെ നമ്മൾ ഇതിൻ്റെ പാല് അനക്കാതെ ഒരു പാത്രത്തിൽ വെച്ചാൽ ഒരു 2-3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂറൊക്കെ നമ്മളിത് അനക്കാതെ വെക്കുമ്പോൾ ഈ പാല് ഇതിൻ്റെ വെള്ളം മുകളിലും പൊടി താഴെയുമായിട്ട് ഊറി വരും. അപ്പോൾ അങ്ങനെ ഊറി വരുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തെ വെള്ളം നമ്മൾ കളയും. അപ്പോൾ അടിയിലുള്ള ഒരു പൊടി ഉണ്ടല്ലോ, ആ പൊടി മാത്രം എടുത്തിട്ട് നല്ലൊരു ക്ലീനുള്ള നല്ലൊരു കോട്ടൺ ക്ലോത്തിലിട്ടിട്ട് ഉണക്കിയെടുക്കലാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ നമ്മൾ പൊടി ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെയാണ്. എന്നിട്ട് ആ ഒരു പൊടി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ വെള്ളം ചേർത്തിട്ട് കുറുക്കിയെടുത്താൽ മതി. ഈ പാലെടുക്കുന്നതിന് പകരം നമുക്കൊന്നും കൂടി ഈസി ആവും അങ്ങനെ ഒന്നിച്ച് വെക്കുന്നുണ്ടെങ്കിൽ. അങ്ങനെ വേണമെങ്കിൽ മുമ്പൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതിന് വേണമെങ്കിൽ അങ്ങനെ
ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓരോ ദിവസം ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഈ ഒരു കുറുക്കും ഉണ്ടാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച റവ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. എന്തായാലും ദിവസവും ഒരേ രീതിയിലുള്ള കുറുക്ക് കൊടുക്കാൻ നോക്കാം. ഒരു ദിവസം റാഗി, ഒരു ദിവസം റവ അങ്ങനെയൊക്കെ ആക്കിയത് ആദ്യം തന്നെ അങ്ങനെ മാറ്റി ആക്കണ്ട. പിന്നീട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ മാറ്റിയിട്ടൊക്കെ കൊടുക്കാൻ നോക്കാം. കുഞ്ഞുങ്ങൾക്ക് ആദ്യം ഒന്ന് അഡ്ജസ്റ്റ് ആവുകയുള്ളൂ ശരിക്കും ഒരേ കുറുക്ക് തന്നെ കൊടുക്കാൻ നോക്കാം. രാവിലെ എന്താണോ അത്, ഉച്ചക്ക് എന്താണോ കൊടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ. ഇതിപ്പോൾ അതാ പാല് കംപ്ലീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതുപോലെ തന്നെ നമ്മൾ അനക്കാതെ വെക്കുമ്പോൾ ഇതിലുള്ള വെള്ളം മുകളിലും പൊടി താഴെയുമായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എടുത്ത് ആ പൊടി ഉണക്കി വെക്കും. നമുക്കത് കുറേ നാൾ നമുക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഇതിലോട്ടിനി ഇതാണ് കൽക്കണ്ടം. അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആരെങ്കിലും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ച ഷുഗർ ക്യാൻഡി എന്ന് പറയുന്ന കൽക്കണ്ടമാണ്. അപ്പോൾ ഇനി നമ്മളിത് കുറുക്കിയെടുക്കലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലോട്ടിനി വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർത്തിട്ട് നമുക്ക് പിന്നീട് ഇത് തിളക്കുമ്പോൾ വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആക്കി എടുത്താൽ മതി. നല്ല തിക്കായിട്ട് വരും ഇത് തിളപ്പിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ. അപ്പോൾ നല്ലോണം തിക്കാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിച്ചിരി വെള്ളം വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടാവും കേട്ടോ. ഇതിൻ്റെ പാല് കംപ്ലീറ്റ് എടുക്കാൻ നേരത്തൊക്കെ വെള്ളം ചേർത്തിട്ടല്ലേ പാലെടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ വെള്ളം ഇനിയിപ്പോൾ കൂടിപ്പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇതിപ്പോൾ വെള്ളം കൂടൂല, ഈ ഒരു 1.5 കപ്പ് വെള്ളം കൂടൂല, പിന്നീട് തിക്കായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പിന്നെ കുറേ പേര് റാഗിയും അതുപോലെ ഗോതമ്പും ഒക്കെ കഴുകി ഉണക്കിയിട്ട് പൊടിപ്പിച്ചെടുക്കലുണ്ട്. അങ്ങനെയും ചെയ്യലുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. രണ്ടും സെയിം ആണല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട്. അങ്ങനെയും പൊടിപ്പിച്ച് വെക്കലുണ്ട്. മുമ്പൊക്കെ ചെയ്യാറുണ്ടായിരുന്നത് പാലെടുത്തിട്ട് ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ പൊടി ഉണ്ടാക്കി വെക്കൽ. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ കണ്ടില്ല, ഇപ്പോൾ നന്നായി തിളച്ച് കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കുറച്ചും കൂടെ തിക്കാണ്. അപ്പോൾ ഞാൻ ഒരിച്ചിരി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല, ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ അതിന് വീണ്ടും തിളക്കണമെന്നില്ല. മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഓൾറെഡി നല്ല വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലോട്ടാക്കാം. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 2 പ്രാവശ്യം കൊടുക്കാനുള്ള അളവുണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരെ പകുതി 1 ടേബിൾ സ്പൂണ് ഗോതമ്പും 1 ടേബിൾ സ്പൂണ് റാഗിയും എടുത്താൽ മതി. അപ്പോൾ ഒരു നേരം കൊടുക്കാനുള്ള പാകത്തിനുള്ള അളവായിക്കോളും. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ടല്ലോ ഈക്വലായിട്ട്. അപ്പോൾ ഇത്രയും മതി. നല്ല പാകത്തിനുള്ള കൺസിസ്റ്റൻസിയാണിത്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ബൗളിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു കുറുക്ക് പണ്ട് മുതലേ കൊടുക്കാറുള്ള കുറുക്കാണ്. ഇനിയിപ്പോൾ ഇത് വീണ്ടും തിക്കാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഇതിപ്പോൾ കണ്ടില്ലേ, ഏകദേശം ഒരു പകുതിയോളം ഇതിൽ കൂടുതലുണ്ട്. പകുതിയോളം ഇതിലുണ്ട്, ഇപ്പോൾ ബാക്കിയുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഇനി വേണമെങ്കിൽ ഒരിച്ചിരി നല്ലോണം തിക്കാണ് എന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോർമുല മിൽക്കൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ചൂടാറിയതിന് ശേഷം കൊടുക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുറുക്കാണിത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ പൊടി വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. പൊടിയിലോട്ട് വെള്ളം ചേർത്തിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഒരു രീതിയിലുള്ള കുറുക്ക്. ഇനി നമുക്ക് ഉച്ചക്കേക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡ് നോക്കാം. അപ്പോൾ ഒരു കുക്കറിലോട്ട് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണ് നിറച്ചെടുത്തിട്ടുണ്ട്. നെയ്ച്ചോറിൻ്റെ അരിയാണ് കേട്ടോ. കഴുകിയെടുത്ത ശേഷം കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് കുതിർത്ത് വെച്ചാൽ മതി. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ്. ഒരു 1/4 ഭാഗം ക്യാരറ്റ് മതി. ഒരു ക്യാരറ്റിൻ്റെ 1/4 ഭാഗം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഏകദേശം 1.5 കപ്പോളം വെള്ളം ചേർത്തിട്ട് ഒരു നുള്ളുപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 4-5 വിസിലൊക്കെ വരുന്നവരെ വേവിച്ചെടുക്കാം കേട്ടോ ഇത്. അപ്പോൾ ഇതൊരു 5 വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 5 വിസിൽ വരുന്നവരെ വേവിച്ചിട്ടുണ്ടായിന്. അതുപോലെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയ ശേഷം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ടാവും. അതുപോലെ വെള്ളം 1 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പൊക്കെ വെള്ളം വേവിക്കുമ്പോൾ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. 1.5 കപ്പോളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് പിന്നെ നന്നായിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ചെറിയ ചൂടോടെ ഇങ്ങനെ ക്രഷ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഇത് ഉടഞ്ഞ് കിട്ടും. ഇനിയിപ്പോൾ തീരെ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ബ്ലെൻഡറിലിട്ടിട്ട് വേണമെങ്കിലും ക്രഷ് ചെയ്തെടുക്കാം. ചൂടാറിയതിന് ശേഷം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്നും കൂടെ നല്ല നൈസായിട്ട് തരിയൊന്നും ഇല്ലാതെ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുക. ഇപ്പോൾ ഇതിലോട്ടൊരു 1/4 ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ശുദ്ധമായ പശുവിൻ നെയ്യോ ഒക്കെ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഇതുപോലെ കൊടുക്കാട്ടോ കുഞ്ഞുങ്ങൾക്ക്. ഇനിയിപ്പോൾ ഇതിൻ്റെ പരുവം നല്ലോണം കട്ടിയാണെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് വെള്ളം ഒരിച്ചിരി ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നല്ല പാകത്തിനുള്ള പരുവം തന്നെയാണ്. അപ്പോൾ ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഉച്ചക്കത്തേക്കുള്ളത് കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി വൈകിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉച്ചക്കും കുറച്ച് നല്ല ഹെവി ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ വൈകിട്ട് ഇനിയിപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കൊടുത്താൽ മതി. അപ്പോൾ വൈകിട്ടത്തേക്കുള്ളതും കൂടി നോക്കാം കേട്ടോ. അതും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അതുപോലെ രാത്രിക്കുള്ളതും. മുമ്പൊക്കെ വൈകിട്ട് ഞങ്ങളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നത് വൈകിട്ട് തന്നെയല്ല, കുറച്ചൊരു മഗ്‌രിബൊക്കെ ആകുന്ന സമയത്ത് വൈകിട്ട് കുറുക്കായിരിക്കും. പിന്നെ നേന്ത്രപ്പഴം വേവിച്ചിട്ട് ഒരു 6 മാസം തന്നെയല്ല, ഒരു 8 മാസമൊക്കെ ആകുമ്പോൾ. ഇപ്പോൾ ഇതാ ഞാൻ ഇതിലോട്ട് പഴം കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ആപ്പിൾ വേവിച്ചിട്ടും കൊടുക്കാറുണ്ട്. അതിന് മുമ്പ് ആപ്പിൾ ഇത് ഫുള്ളായിട്ട് തന്നെ കഴുകി എടുത്തിട്ട് ഫുള്ളായിട്ട് വേവിക്കും. എന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള ഫ്ലഷ് മാത്രം എടുത്തിട്ട് കൽക്കണ്ടം ഉണ്ടല്ലോ, കൽക്കണ്ടം വേണമെങ്കിൽ ഒരു ഇച്ചിരി പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കും മധുരത്തിന് വേണ്ടിയിട്ട്. അല്ലാതെയും ആപ്പിളിൻ്റെ മധുരം തന്നെ മതിയാകും. അങ്ങനെയൊക്കെയാണ് മുമ്പ് കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ ഇതിലോട്ട് ഒരു പഴം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിന്. ഇതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് തിളപ്പിച്ച് ചൂടാറിയ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു കദളിപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നേന്ത്രപ്പഴമാണെങ്കിൽ പകുതി എടുത്താൽ മതി. ഇപ്പോൾ ഏത് പഴം നല്ലതാണ് ആ ഒരു പഴം നോക്കിയിട്ട്, നല്ല പഴുത്ത പഴം നോക്കിയിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതൊരു ബൗളിലോട്ട് ആക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഇതിപ്പോൾ തിക്കാണ് എന്നുണ്ടെങ്കിൽ ഒരിച്ചിരി ഇതിലോട്ട് ബ്രസ്റ്റ് മിൽക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഫോർമുല മിൽക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒന്നും കൂടെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും. നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. വൈകിട്ട് ഹെൽത്തി ആയിട്ട് കുറച്ച് അത്ര ഹെവി ആയിട്ടൊന്നും അല്ല, ഇതിപ്പോൾ ലൈറ്റ് ആയിട്ടല്ല, നമ്മൾ ഉച്ചക്കൊക്കെ ഹെവി ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ വൈകിട്ട് ഈ ഒരു രീതിയിലാണ്, കുറുക്കൊന്നും വേണ്ട. ഉച്ചക്ക് നമ്മൾ കഞ്ഞിയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ വൈകിട്ട് ഈ ഒരു രീതിയിൽ ലൈറ്റായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇപ്പോൾ ഡോക്ടർമാരൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത്. രാവിലെയും ഉച്ചക്കും വൈകിട്ടും എന്ന രീതിയിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് രാത്രിക്കുള്ള ഫുഡാണ്. അപ്പോൾ ദാ ഇതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നിറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഏകദേശം 1/4 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് വരെ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് തിളക്കാൻ വെക്കാട്ടോ. നന്നായിട്ട് തിളക്കുമ്പോൾ ഇതിലോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂണ് നിറച്ച് ഞാൻ ഗ്രേറ്റ് ചെയ്ത ആപ്പിളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് വേവിച്ചെടുക്കാം. നല്ലോണം വേവണം. അപ്പോൾ ആപ്പിളിൻ്റെ മധുരം തന്നെ മതിയാകും. ഇനിയിപ്പോൾ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി കൽക്കണ്ടം ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. അപ്പോൾ നന്നായിട്ട് ഇത് വെന്ത് ഒരു അടയുന്ന പരുവത്തിൽ തന്നെ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനിയിപ്പോൾ ഇതിൽ വലിയ വലിയ തരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നന്നായിട്ട് വേവിച്ചെടുക്കുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇത് ഉടഞ്ഞ് കിട്ടും. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലെൻഡറിലിട്ടിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ബ്ലെൻഡറൊക്കെ യൂസ് ചെയ്യുമ്പോൾ മസാലയൊന്നും അരച്ച ബ്ലെൻഡർ യൂസ് ചെയ്യാതിരിക്കുക കുഞ്ഞുങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ. അല്ലെങ്കിൽ വേറെ ഒരു ബ്ലെൻഡർ മാറ്റി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി ചൂടുവെള്ളത്തിലൊക്കെ കഴുകി എടുത്തിട്ടൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലും നമുക്ക് ഇതിപ്പോൾ തിക്കാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പാല് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. കുഞ്ഞുങ്ങളുള്ള എല്ലാ ഉമ്മമാർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളാവും. അപ്പോൾ ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്